ചെറുപ്പത്തിൽ വെച്ച് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്ക് നിന്റെ അച്ഛനാ വലുതെന്ന് എനിക്ക് തോന്നി. നിന്റെ അച്ഛൻ ഇപ്പൊ ഞങ്ങളെ ഒന്നും ഇഷ്ടമല്ല. എന്നോട് ഇഷ്ടമുണ്ടെന്ന് നീ പറഞ്ഞ അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറയൂ. അപ്പോ അച്ഛനെ അനുസരിക്കല്ലേ നീ ചെയ്യ? അതൊക്കെ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ട് കൂടിയില്ല നേരവണ്ണം. ഇപ്പൊ സംശയം അറിയോ? എങ്കി എന്റെ ഒപ്പം വരുമോ? എങ്ങോട്ട്? എങ്ങോട്ടെന്ന് ചോദിക്കരുത്. എന്നെ ഇപ്പോഴും സംശയമുണ്ടെന്നാ അതിനർത്ഥം. അതല്ല വിശാൽ, കാര്യം എന്താണെന്നറിയാൻ. ആ തോട്ടത്തിന്റെ പണം അല്ലെങ്കിൽ ആ തോട്ടം തന്നെ തിരിച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞപ്പോ യമുന ചിരിച്ചില്ലേ? യമുനയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ലെന്ന് യമുനയ്ക്ക് മനസ്സിലാവണ്ടേ? അതിനു വേണ്ടിയാ ഈ യാത്ര. അതൊന്നും വേണ്ട വിശാൽ, എനിക്ക് നിന്നെ വിശ്വാസ. നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ഞാൻ ഇനി ഒരിക്കലും നിന്റെ അടുത്ത് പിണക്കോ പരിഭവോ ഒന്നും കാണിക്കില്ല. അത് പോരെ യമുന, എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തണം. നമ്മുടെ ബന്ധത്തിൽ പരസ്പരം പറയാതെയാണെങ്കിലും അങ്ങനെ ഒരു കറ ബാക്കിയെടുക്കാൻ പാടില്ല. അത് വിശാല യമുനയ്ക്ക് തരുന്ന ഉറപ്പാ. ഇനി നിനക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്കെന്റെ കൂടെ വരാം. ഞാൻ വരാം വിശാൽ. നീ വിളിച്ച ഏത് നരകത്തിലേക്കും ഞാൻ വരാം. എടാ, മാർത്താണ്ഡത്തിന് പോകുന്നല്ലേ വിശാല് പറഞ്ഞത്? അവൻ അവിടേക്ക് തന്നെ അവളെ കൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവൾ അവനോട് പിണങ്ങിയിരിക്കല്ലായിരുന്നോ? പിന്നെ ഇതെങ്ങനെ? അതാടാ ഈ പ്രേമത്തിന്റെ ഒരു മാജിക്ക്. പുറമേ നിൽക്കുന്നവർ കാണുന്നതൊന്ന്, അകത്തുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് വേറൊന്ന്. അതാണ് വിശാൽ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? എന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞത് സുല്ല, ഇനി ചോദിക്കുന്നില്ല. എന്നാലും ചെറിയ ടെൻഷനുണ്ടല്ലേ? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അച്ഛന്റെ തോട്ടം തിരിച്ചു പിടിച്ചുകൊണ്ട് വരുമ്പോ ഈ ടെൻഷനെല്ലാം മാറൂലേ? വീട്ടുകാർക്കും സന്തോഷവും. നടക്കുമല്ലോ അല്ലേ വിശാലെ? പിന്നെയും സോറി എനിക്ക് അവിശ്വാസമൊന്നുമില്ല. ഇതിന്റെ പേരില് പിന്നെയും പിണങ്ങല്ലേ? മിണ്ടാതിരിക്കുമ്പോ എനിക്ക് നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നും. അല്ല വിശാൽ, തോട്ടം തിരിച്ചു വാങ്ങി തന്ന വിശാലിന്റെ അച്ഛന് വിശാലിനോട് ദേഷ്യം തോന്നില്ലേ? സംശയം എന്താ? ചീത്തവിളി മാത്രമല്ല, ഇത്തവണ വീട്ടിൽ കയറ്റുമെന്ന് പോലും സംശയമാണ്. ചിലപ്പോൾ അടി കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അച്ഛനല്ലേ, നിന്ന് കൊള്ളേണ്ടി വരും. വിശാല് പിന്നെ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്ന? എടി, നിനക്ക് വേണ്ടിയാ പെണ്ണേ. നിനക്ക് വേണ്ടിയെന്ന് പറഞ്ഞാ അത് നമുക്ക് വേണ്ടിയാ. നിന്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് വേദന അനുഭവിക്കാനും ഞാൻ തയ്യാറാ. വിശാൽ, ഇനിയുള്ള യാത്രയൊക്കെ നമ്മൾ ഒരുമിച്ച യമുന. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും. അല്ല വിശാൽ, നമ്മൾ കുറേ ദൂരം പോകുന്നു അല്ലേ? എന്നെ നേരം വൈകിയ വീട്ടിൽ അന്വേഷിക്കും കേട്ടോ. അങ്ങനെ അന്വേഷിക്കാൻ ഇടവരുത്താതെ നിന്നെ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കാന്നുള്ളത് എൻ്റെ മാത്രം ചുമതലേ. എന്തേ, സംശയമുണ്ടോ? ഇല്ലേ?
ഇതുവരെ കണ്ടില്ലല്ലോ. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗംഗേച്ചി, അകത്തോട്ട് പോണ്ട. അതീനയല്ലേ? അതെ, യമുനയുടെ ചേച്ചി വരുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. അധീനയുടെ അമ്മ തുണി തയ്ക്കാൻ തരുന്നത് എൻ്റെ അടുത്താ. നമ്പർ ഉണ്ടായിരുന്നു കയ്യില്. മോളുടെ കാര്യം യമുന എപ്പോഴും പറയെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഇപ്പോഴാ. ആ, അകത്തേക്ക് ഇരിക്കാൻ ചേച്ചി. വേണ്ട മോളെ, യമുനയുടെ കാര്യമൊന്നും അറിഞ്ഞാൽ മതി. അവൾ ഇതുവരെ വന്നില്ലല്ലേ? ഉച്ച വരെ അവള് കോളേജിലുണ്ടായിരുന്നു ചേച്ചി. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കണ്ടില്ല. എന്നിട്ട് നിങ്ങളാരും അന്വേഷിച്ചില്ലേ? ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവള് മുങ്ങിയതായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എവിടേക്കാ പോകുന്നതെന്ന് നിങ്ങൾ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, യമുനയെ കാണാനില്ലെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചു. അവരോട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ആ പിന്നെ ചേച്ചി, ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എന്താ അത് ചേച്ചി പറയുന്നുണ്ടൊന്നും തോന്നരുത്. യമുനയെ കാണാതായ സമയം മുതൽ വിശാലിനെ ക്ലാസ്സിൽ കാണാനില്ല. വിശാൽ, എനിക്ക് വീട്ടിൽ പോണം. അല്ല, ആരോ വരുമെന്നും പറഞ്ഞല്ലേ നിന്നെ ഇത്ര നേരം പിടിച്ചു നിർത്തിയത്? ഇപ്പം സമയം എത്രയായി? വരുമെന്നാ വിചാരിച്ചത്, വന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അടുത്തെവിടെയോ പോകുന്നല്ല ഞാൻ കരുതിയത്. ഇതിപ്പോ പുഷ്പവാടി ചുരം ഇറങ്ങി മാർത്താണ്ഡം വരെ വന്നു. അച്ഛൻ തോട്ടത്തിന്റെ പണം കൊടുത്ത രേഖകളുമായി ഒരാള് വരൂന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ നേരെ ഒരുപാട് വൈകി വിശാൽ. ഹേയ് യമുന, ടെൻഷൻ ആവാതെ. ചിരിക്കാതെ വിശാൽ, എന്നെ ഇപ്പൊ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. എന്തെങ്കിലും വീട്ടിൽ വിളിച്ച് പറയാന്ന് വെച്ചാ ഫോണിലെ ചാർജും തീർന്നു. എവിടെന്നെങ്കിലും ഒരു ചാർജർ കിട്ടുമോ? ചാർജർ ഒന്നുമില്ല. ദാ എന്റെ ഫോണുണ്ട്, ഇതിൽ നിന്ന് വിളിച്ചു പറ. വിശാൽ, വേറെ ഫോണൊന്നുമില്ലേ? നീ വേറെ ഫോണിൽ നിന്ന് വിളിച്ചാലേ നീ എവിടെയാണെന്ന് പറയും. വിശാൽ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട് വിശാൽ. യമുനെ, കൊണ്ടുവിടാവെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? തമാശ കള വിശാൽ. നമുക്കേ ഇപ്പഴങ്ങ് തിരിക്കാം. ഇപ്പൊ ഇറങ്ങിയാൽ തന്നെ
വീട്ടിലെത്തുമ്പോ വൈകും. ഇപ്പൊ എന്റെ വീട്ടിൽ അന്വേഷിച്ചു തുടങ്ങി കാണും. ഇപ്പൊ ഇറങ്ങിയിട്ടേ നമ്മൾ എങ്ങോട്ട് പോവാനാ? അയ്യോ, ഇനി ഇങ്ങോട്ട് ആരും വരുമെന്ന് തോന്നുന്നില്ല വിശാൽ. നമുക്ക് പോവാം വിശാൽ, പ്ലീസ്. ഇങ്ങോട്ട് ആരെങ്കിലും വരാനുണ്ടെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? വിശാൽ, ഇങ്ങോട്ട് ആരും വരാനും പോകുന്നില്ല, ഇവിടെ നിന്നാരും വെളിയിൽ പോവാനും പോകുന്നില്ല. വേണമെങ്കിൽ ഈ ഫോണിൽ നിന്ന് വിളിച്ചു പറയും ഈ രാത്രി വിശാലിന്റെ ഒപ്പമാണെന്നും നാളെ വീട്ടിലേക്ക് എത്തിക്കോളാവുന്നു. നാളെയോ? ആ, നാളെ നമുക്കിന്ന് രാത്രി ജോളിയായിട്ട് രാത്രി കൂടാവുന്നേ. നിന്റെ കൂടെ ഞാൻ വരാൻ പാടില്ലായിരുന്നു വിശാൽ. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നേ? നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ പറ്റിച്ച് ഒരു തോട്ടം സ്വന്തമാക്കി. അത് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരും അല്ലേ? അങ്ങനെയല്ലേ നീ എന്നോട് പറഞ്ഞത്? ഞാൻ എന്റെ അച്ഛനെ ചതിക്കുമെന്ന് നീ കരുതിയോ? ദൈവത്തെ പോലെ കാണുന്ന എന്റെ അച്ഛനെ. വിശാൽ, നിനക്ക് മാത്രമേ അച്ഛൻ സ്നേഹമുള്ളൂ, എനിക്കൊന്നും പാടില്ല. എങ്ങനെ 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 എങ്ങനെ? വിശാൽ, വിശാൽ, എനിക്കൊന്നും വേണ്ട. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട്. അങ്ങനെ പറഞ്ഞ എങ്ങനാടി? നിന്റെ അച്ഛന്റെ ഒസ്യത്ത് മുഴുവൻ വാങ്ങിച്ചോണ്ട് പോയാ മതി നീ. എനിക്ക് വീട്ടിൽ പോണം വിശാൽ. എടി, അവിടെ കിടക്കാൻ പറഞ്ഞ അവിടെ കിടന്നാ മതി. നീ എപ്പോ പോണോന്നും നീ എങ്ങനെ പോണോന്നും ഈ വിശാൽ തീരുമാനിക്കും. വിശാൽ, 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 എന്നെ തുറന്നു വിട് വിശാൽ. വിശാൽ, നിലവിളിക്കടി. ഇനിയും ഒച്ചത്തി നീ നിലവിളിക്ക്. വിശാൽ, വാതില് തുറക്ക് വിശാൽ. എനിക്ക് വീട്ടിൽ പോണം വിശാൽ. എന്നെ വീട്ടിലാക്കും വിശാൽ, പ്ലീസ്. വിശാലെ, അമ്മേ, അമ്മേ, എവിടെ? യമുനയെ കണ്ടില്ലേ നിങ്ങള്? ഈ സമയത്തിനുള്ളില് അവൾ ഇവിടേക്ക് വന്നു കാണുമെന്ന് ഞങ്ങൾ കരുതിയ. എന്റെ ദൈവമേ, ദൈവമേ, എന്റെ മോളെ. ഈ സമയത്തിനുള്ളില് അവൾ ഇവിടേക്ക് വന്നു കാണുമെന്ന് ഞങ്ങൾ കരുതിയ. എന്റെ ദൈവമേ, ദൈവമേ, എന്റെ മോള്. എന്റെ മോളെ എവിടെ ഈശ്വരാ? അമ്മ, ഈശ്വരാ, എന്റെ കൊച്ചെവിടെ പോയി? യമുനയാണോ? അമ്മ, നീ നടങ്ങടി. യമേശിന്റെ ഫോണിൽ ഞാൻ ഒരുപാട് വിളിച്ചു. സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത്. സ്വിച്ച് ഓഫ് തന്നെ. അയ്യോ, എന്റെ കുഞ്ഞ് എവിടെ പോയടി? കരയാതെ അമ്മ, നോക്കാം. നാട്ടുകാരെ കൂടെ അറിയിക്കാതെ. അമ്മ, അമ്മ ഞാൻ പറയുന്നു കേക്ക്. യമനിക്കൊന്നും പറ്റില്ല. അവളിങ്ങി വരും, നമ്മളെ കൊണ്ടുവരും. അമ്മ കരയരുത്, അമ്മ കരയാതിരിക്കമ്മ. അമ്മേ, അമ്മ, യമുനെ കാണാനില്ല വിനീതേട്ട. 4:30 ഇവിടെ വരുന്നവളാ. ഇപ്പൊ സമയം 7:30. കോളേജിൽ അന്വേഷിച്ചില്ലേ? കോളേജിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒറ്റ മനുഷ്യനില്ല.
അന്വേഷിച്ചപ്പോ ഉച്ചയ്ക്ക് ശേഷം അവള് ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്നാ പറഞ്ഞത്. അയ്യോ എന്റെ മോൾക്ക് ശേഷം ക്ലാസ്സിൽ കേറിയിട്ടില്ലെന്നാ എനിക്ക് വാങ്ങി. എനിക്ക് എന്റെ മോളവിടെ ഇതിപ്പോ അമ്മയുടെ മുന്നിൽ വെച്ച് പറയണമായിരുന്നോ? ഇനിയിപ്പോ പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഇനി കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും? അവിടെയൊക്കെ അന്വേഷിച്ചു. അവരാ പറഞ്ഞത് യമന ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്ന്. മോനെ വിനീതേ, എന്റെ മോളെങ്ങനെ അമ്മായി, കണ്ടുപിടിച്ചതാ? അമ്മായി കരയാതെ, നമുക്കുള്ള കണ്ടുപിടിച്ചോണ്ട് വരാം. വിനീതേട്ടാ, കരയല്ലേ മോളെ? അമ്മ ഒന്നും ഉണ്ടാവില്ല. വിനീതേട്ട എനിക്ക് പേടിയാവുന്നു. വിനീതേട്ട, പേടിക്കണ്ട മോളെ, യമുനേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? പേടിക്കണ്ട മോളെ. യമുനേച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല. വിനീതേട്ടൻ കണ്ടുപിടിച്ചോണ്ടിരും കേട്ടോ, പേടിക്കണ്ട. എന്റെ കുഞ്ഞിനെ കാത്തോളണേ, എവിടെയാണെങ്കിലും അവളെ കാത്തോളണേ. അമ്മ ഒന്ന് പതുക്കെ, ആൾക്കാരറിയ. അമ്മ ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ പറയാൻ പറ്റണേ? എടി അവള് തിരിച്ചു വരും. ഈശ്വരാ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അമ്മ അവൾ എവിടെ പോകത്തില്ലടി, അവള് തിരിച്ചു വരും. അമ്മ കരയല്ല. വിനീതേട്ടാ, ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് പോയിന്ന് പറഞ്ഞാ പിന്നെ എങ്ങോട്ട് പോയിരിക്കാനാ സാധ്യത? വിനീതേട്ടാ, ഒരു സംശയം. യമനയുടെ മിസ്സിങ്ങും വിശാലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നല്. എനിക്കും അങ്ങനെ തന്നെയാ സംശയം. അവളിനി വിശാലിന്റെ ഒപ്പം ആയിരിക്കോ? അവന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? ആ ഉണ്ടല്ലോ. വിളിച്ചോക്ക്. ആ സ്വിച്ച് ഓഫാ. എല്ലാവരും എന്താ സ്വിച്ച് ഓഫ്? നമുക്ക് സംശയം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു വിനീതേട്ടാ. വിശാല് തന്നെ എന്റെ പിന്നില്. പ്രവീണേ, ഓ എന്റെ മൊബൈൽ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അതെ, ഇപ്പൊ കൊണ്ടുവരാം. ആ ദാ, ഇടി വിശാൽ വിളിച്ചായിരുന്നോ? ആ വൈകിട്ട് വിളിച്ചിരുന്നു. അത് അവനോട് തങ്ങുവാന്നോ അതോ രാത്രി മടങ്ങുമോ? ഇന്ന് മിക്കവാറും മടക്കമില്ലെന്നാ പറഞ്ഞത്. ആ ദൂരമുണ്ടേ, ബാംഗ്ലൂർ ഇല്ലയോ? രാത്രി യാത്ര പറ്റുന്നില്ലെങ്കിലേ അവൻ രാവിലെ പോരട്ടെ, അതാ നല്ലത്. വനത്തിൽ കൂടെ പോരണ്ടേ ഇല്ലയോ? അതാരാ? ഡീ, നീ പോയി നോക്ക്. ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞങ്ങൾക്ക് അകത്തേക്കൊന്ന് വരണമായിരുന്നു. ജയപാലേട്ടാ, ഒന്നിങ്ങ് വന്നേ. ആരാ പ്രവീണയുടെ? ഇവര് ചുമ്മാ നമ്മുടെ സമയം മെനക്കെടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി. കാവേരി മാറി നിൽക്കുന്നുണ്ടോ? ആന്റി ഒന്ന് ഒതുങ്ങിക്കണേ. എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? പേടിക്കണ്ട, ED റെയ്ഡൊന്നും അല്ല. ഞങ്ങക്ക് വിശാലിനെ ഒന്ന് കാണണമായിരുന്നു. മര്യാദയില്ല വീട്ടിലോട്ട് ഇടിച്ചേറിയിട്ട് വിശാലിനെ കാണാമോ? ഞങ്ങളുടെ പുറത്ത്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നെ? മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ പേടി വേണ്ടെന്നല്ലേ? നിന്നെയൊക്കെ എനിക്ക് പേടിയാ. നീയൊക്കെ എനിക്ക് മുമ്പേ വെറും കീഴവാ. അല്ല, സാറ് വലിയ പുലിയാണെന്നുള്ള കാര്യം സമ്മതിച്ചു. പക്ഷേ ഈ കീടങ്ങൾക്ക് ഇപ്പോ വിശാലിനെ ഒന്ന് കാണണം. മനസ്സിലെങ്കിൽ എന്റെ അനിയത്തി യമുനെ കാണുന്നില്ല. അവളുടെ കൂടെ പഠിക്കുന്ന വിശാലിന് അതേപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. പറയാൻ മനസ്സിലെങ്കിൽ അവനിപ്പോ കാണാൻ പറ്റത്തില്ല. സാറ് നേരെയാണെങ്കിൽ വിശാലിനെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പോവും. ഇനി നേരെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ടൊക്കെ പോവും. എന്തോടാ ഇയൊക്കെ എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവത്തില്ല. വീട്ടിൽ കയറുന്ന വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. വിശാൽ ഇവിടെ ഇല്ല. അവൻ അവന്റെ ചേച്ചി രാഗിണിയെ കാണാൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ഭഗവാനാണ് സത്യം. ഈ ചെറുക്കനെ കുട്ടി നീ ഇപ്പൊ പോകെങ്കേ. നമുക്ക് പോവാം വിനീതേട്ടാ. അതാ നല്ലത്. ആ പോ. അതെ,
നിന്റെ കാര്യത്തില്ലയോ വല്ലവന്റെ കൂടെ വേറെ ആടിപ്പോയി കാണും. ഇവിടെ അല്ല, വല്ല ഹോട്ടലിലോ ലോഡ്ജിലൊക്കെ പോയി അന്വേഷിക്ക് കേട്ടാ, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോ. നമുക്കിപ്പോ സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് യമുനെ കണ്ടെത്തണം. വാ പോ. നീ എന്താണ് വാലടയ്ക്കുന്നേ? ജയപാലേട്ടൻ ഇത് എന്തിന്റെ കേടാ? ഇവളുമാരോടൊക്കെ പോയി വഴക്കിടാനായിട്ട്. കുത്തി കുത്തി അവളൊക്കെ വീട്ടിനകത്തിട്ട് കയറി. അല്ല ജയപാലേട്ടാ, യമുനയെ കാണാനില്ലെന്ന് പറഞ്ഞത് സത്യമായിരിക്കുമോ? എടി അവളെവിടെങ്കിലും പോയി ചാവിട്ട്, നിനക്കൊന്നും കുഴപ്പമുണ്ടോ? എടാ, ചുരത്തിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്. വിശാലിൻ്റെ കാറ് ചുരം ഇറങ്ങി പോകുന്നത് അവരുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ മുഖം അങ്ങോട്ട് വ്യക്തമല്ല. എൻ്റെ പെണ്ണാണെന്ന നിലയിൽ നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കലടി. കാരണം അതിനുള്ള യോഗ്യത നിനക്കില്ല. എന്നാ പിന്നെ താമസിക്കണ്ടല്ലയാ, പിള്ളേർക്ക് ടച്ചിങ് സെലതയിലൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് നമുക്കങ്ങ് തുടങ്ങാം.